ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എണീറ്റത് മുതൽക്ക് ഒരു ഉച്ച വരെയുള്ളത് ഈ സമയം വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും രാവിലത്തെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ എന്നും ആദ്യം ചെയ്യുന്നൊരു കാര്യം ആ ജനൽ തുറന്നിടുക എന്നുള്ളതാണ്. ജനൽ തുറന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നില്ലെങ്കിൽ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയാം, എന്തോ ഒരു വിഷമാണ്. എന്തായാലും ആ ജനൽ തുറന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് പിന്നെ ഫസ്റ്റ് ചെയ്യുന്നത് സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സിറം, പിന്നെ ഒരു ലോഷൻ, പിന്നെ ഒരു ലിപ് ബാം, ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്കിൻ കെയർ. മെയിനായിട്ട് ചെയ്യുന്ന ഇക്കാര്യങ്ങളാണ്. അത് പറ്റുന്നിടത്തോളം ചെയ്യും, ഡെയിലി ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, ചില സമയം വിട്ടു പോകാറുണ്ട്. എന്തായാലും ഇന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴോട്ട് പോയിട്ട് പിന്നെ സിറ്റൗട്ടിൽ പോയി കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നോക്കി നിന്നു. മൊത്തത്തിലൊരു അവിടെ എവിടെയൊക്കെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടും ഒക്കെയാണ്. ഇന്ന് റിസൾട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബഹളവും ആരവവും ഒക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം വീട്ടിനകത്ത് മമ്മ കിച്ചണിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഫോൺ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ആ ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് കേട്ടോ. കിച്ചണിൽ ഇരിക്കുന്നതുകൊണ്ട് മമ്മ ഫോണിലാണ് ന്യൂസ് കാണുന്നത്. പിന്നെ ഞാനൊരു ചായയൊക്കെ എടുത്തിട്ട് ചായയും കുടിച്ചിങ്ങനെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും പച്ചപ്പ്, അതാണ് നമ്മുടെ വീടിൻ്റെ പ്രത്യേകത, അറിയാമല്ലോ. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഡോറ് തുറന്നാലും ഫുള്ള് വാഴത്തോട്ടമാണ്, ഫുള്ള് പച്ചപ്പാണ്. പച്ചപ്പ് നിറഞ്ഞു നിൽക്കും. അതാണ് നമ്മുടെ വീടിൻ്റെ പ്രത്യേകത. എന്തായാലും ഇന്നത്തെ ഫുഡ് ഗോതമ്പ് പുട്ട്, മീൻകറി, വറുത്തരച്ച മീൻകറി, തേങ്ങ വറുത്തരച്ച മീൻകറി, മീൻ വറുത്തത്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. പപ്പടം. അപ്പോൾ ഇത് ഏകദേശം 11 മണിയായി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ. എന്ന് വെച്ചാൽ എല്ലാവരും എണീറ്റപ്പോൾ 10 മണിയായി. ഇന്ന് സ്കൂളില്ലാത്ത ദിവസം ഇവിടുത്തെ എല്ലാവരും എണീറ്റ് വരുമ്പോൾ 9:30 10 മണിയാവും. അപ്പോൾ എന്തായാലും 10 മണിയായി. ഇപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് മീൻകറി വെക്കുകയാണ്. അപ്പോൾ ഉച്ചത്തേക്കുള്ള കറിയും ആവും, രാവിലത്തെ ഫുഡിൻ്റെ ആവും. രാവിലത്തെ കഴിക്കുമ്പോൾ 12 മണിയാവും. ഇപ്പോൾ ലഞ്ച് പോലെ ഒരു ബ്രഞ്ച് എന്നൊക്കെ പറയാം. എന്തായാലും മീൻ വറുക്കാനുള്ളതിന് മസാലയൊക്കെ പുരട്ടി വയ്ക്കുന്നു. മസാലയൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ഇതിന് മുന്നേ ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി മീൻ വറുക്കാനൊക്കെ പുരട്ടിയൊക്കെ വെച്ചു. എന്നിട്ട് മമ്മ അവിടെ കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരെ നമ്മുടെ ഗാർഡനിലേക്ക് പോവാണ്. ഇനി അവിടെ കുറച്ച് പരിപാടികളുണ്ട്, സോ അതൊക്കെ ചെയ്യണം. അതിനൊക്കെ ആയിട്ട് പോകുന്നു. നമ്മുടെ കിച്ചണിൻ്റെ ജനൽ വിൻഡോൻ്റെ അവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമല്ലേ? അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാനും ഭയങ്കര രസമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു. എല്ലാത്തിനും ഒരു വാട്ടം ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ട് വെയിലിനെ. അപ്പോൾ അതുകൊണ്ട് ഒരു വാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു. നമ്മൾ മെലസ്റ്റോമയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ടോ, നല്ല രസമാണ്. അതിങ്ങനെ കംപ്ലീറ്റ്ലി പൂത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. 3 കളറിലെ മെലസ്റ്റോമി നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം പൂത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ വീഡിയോ എന്തായാലും ഇടും. പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു. ന്യൂസ് കണ്ടോ, ന്യൂസ് അവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മമ്മ കിച്ചണിൽ പണിയെടുക്കുന്നുണ്ടെങ്കിലും ന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് റിസൾട്ട്, എന്താണ് അപ്ഡേറ്റ്സ് എന്നൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടാണ് ആൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കാണുന്നില്ലെങ്കിലും കേൾക്കുന്നുണ്ട്, കൃത്യമായി കേട്ടുകൊണ്ട് പണിയെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ 24 ന്യൂസ് അവിടെ ഓണാണ്, കറക്റ്റ് ഓണായിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ ഗോതമ്പുട്ട് റെഡി. ഇനി മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. മീൻ വറുത്തത് ഇങ്ങനെ റെഡി ആയിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മീൻ വറുത്തതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വെയിറ്റാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം മീനും വറുത്തെടുക്കുകയാണ്. നമ്മൾ മീൻ വറുക്കുന്നതിന് കൂട്ടത്തിൽ തലയൊക്കെ കൂടെ വറുത്തെടുക്കും കേട്ടോ. തലയും ഉണ്ടായിരുന്നു വറുക്കാനായിട്ട്, അപ്പോൾ തലയും വറുത്തെടുക്കുകയാണ്. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഉച്ചവരെയുള്ള പരിപാടികൾ. അതൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ മീൻ കറിക്ക് എന്ന് വെച്ചാൽ വറുത്തരച്ചല്ലേ വെക്കുന്നത്. അപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാനുള്ള ടൈം വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറി അരച്ച് അതിലേക്ക് തക്കാളിയും പച്ചമുളകും മീനൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് ആ മീനും അവിടെ കറിയും തിളയ്ക്കാനായിട്ട് വെച്ചു. അപ്പോൾ അതൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഞാൻ ദേ ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പുട്ടും മീൻ കറിയും ഒരു കഷ്ണം മീനും പിന്നെ 2 പപ്പടമൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കഴിച്ചു. വറുത്തത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ നേരെ ഞാൻ മേലെ കയറി വന്നു. ഇനി നമ്മളെ നമ്മളെ ഗപ്പിക്കുട്ടന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടേ? നമ്മൾ മാത്രം കഴിച്ചാൽ മതി, അവർക്കും കൊടുക്കണ്ടേ? അപ്പോൾ രാവിലെ മോർണിംഗിലും അമ്മ കൊടുത്തു തോന്നുന്നു. എന്തായാലും ഞാൻ അവരെ ഒന്ന് നോക്കാനായിട്ട് വന്നു. അവരെയൊക്കെ ഒന്ന് നോക്കി, പിന്നെ മുകളിലെ റോസൊക്കെ എന്താ അവസ്ഥയെന്ന് നോക്കി, അതൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ കയറിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും കാണാം, ബൈ.